ഹായ് ഓൾ, ഇതൊരു കല്യാണ വീഡിയോ ആണോ? അല്ല. എന്താ ദോശ വീഡിയോ? അല്ല. വ്ലോഗാണോ കുക്കിംഗ് ആണോ എല്ലാം കൂടെ ചേർന്നൊരു മിശ്രിതമാണോ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ദേ രാവിലെ എഴുന്നേറ്റ് ബാൽക്കണിയുടെ അടുത്ത് പോയി കേട്ടോ. സൗണ്ടൊക്കെ കേട്ടിട്ടാണ് പോയത്. ഏകദേശം ഇതൊരു 5:30, 5:45 മണിയേ ആവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ദേ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ട്. അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് എന്താ ഇതുണ്ടല്ലോ പൊടി, മീൻസ് ആ വെള്ളം തുള്ളികളൊക്കെ മുഖത്തോട്ടൊക്കെ വീഴുന്നുണ്ടായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. നമ്മൾ പറയില്ല ഒരു വശപ്പശക് പിടിച്ച കാറ്റെന്ന്, അങ്ങനത്തെ കാറ്റായിരുന്നു. അങ്ങനെ അയ്യോ ഇനി ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയില്ല. എന്തായാലും കുളിച്ച് ഫ്രഷായി താഴോട്ട് പോയി ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായയിലാണല്ലോ നമ്മുടെ തുടക്കം. അങ്ങനെ ദേ ചായ ഇടുവാണ്. ചായ എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ചായ ആയിരിക്കും ഇടുന്നത് കേട്ടോ. ആദ്യമേ പാലും വെള്ളവും എല്ലാം വെച്ചതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്കുപൊടിയും എല്ലാം കൂടെ ഒക്കെ ഇടും. ചിലപ്പോൾ ഗ്രാമ്പു ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് തിളപ്പിച്ചായിരിക്കും ചായ കുടിക്കുന്നത്. അപ്പോൾ ഒരു നല്ല സ്പെഷ്യൽ മസാല ചായ ഫീലാണ്. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പുറപ്പെടാം. അങ്ങനെ ദേ നോക്കിയപ്പോഴത്തേക്ക് ദോശമാവ് കലക്കാത്തത് വെച്ചിരിക്കുന്നു. ഒരു ഐസ്ക്രീമിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ കണ്ടിട്ട്, ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെയൊക്കെ ലുക്ക്. ഞാൻ ഒരിക്കൽ ഐസ്ക്രീം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ എന്തായാലും അതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഒരു പാത്രത്തിൽ ഓൾറെഡി അമ്മ കലക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് എന്തായാലും ദോശ ചുടാൻ വേണ്ടിയിട്ട് ഇരുന്നു. ദോശ പരത്തുന്ന വീഡിയോ ഒന്നും എടുക്കാനുള്ള കഴിവ് എനിക്കില്ല കേട്ടോ. അതൊക്കെ ഞാൻ പയ്യെ പഠിച്ചു വരത്തതേ ഉള്ളൂ. ഒരു മൊബൈൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദേ മറിച്ചിട്ടു. അങ്ങനെ എന്തായാലും ദോശയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കൊള്ളാം. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ കലക്കി വെച്ച മാവ് തീർന്നു. അങ്ങനെ അമ്മ പറഞ്ഞു ഇതേ അതിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ടോ. അപ്പോൾ അത് കണ്ടിട്ടൊരു വശപ്പശക്, ഇങ്ങനെയാണോ മാവ്, അതിൻ്റെ ടെക്സ്ചർ കിട്ടുന്നില്ലല്ലോ. ലാസ്റ്റ് അമ്മ പറഞ്ഞു അത് കലക്കണം, മൊത്തത്തിൽ കലക്കി വേണം എടുക്കാനെന്ന്. അങ്ങനെ വീണ്ടും മൊത്തത്തിൽ കലക്കി ദോശ പാനിനകത്ത് കുറച്ച് നെയ്യൊന്ന് ഡ്രോപ്സ് ഒഴിച്ചു. കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചു കേട്ടോ. അതിനുശേഷം ദോശപ്പണിയെല്ലാം കഴിഞ്ഞു. നമ്മളെന്തേ ദോശ കഴിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു ദോശ? അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ്. അപ്പം നമ്മൾ വെട്ടി വിഴുങ്ങിയിട്ട് പോയാൽ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തായാലും ഒരുങ്ങി കെട്ടിയതേ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ചെങ്ങന്നൂർ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം, കൊല്ലം അല്ലാണ്ട് വേറൊരു ഡിസ്ട്രിക്റ്റിൽ കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കല്യാണം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ വെച്ചിട്ടായിരുന്നു. ചെങ്ങന്നൂർ NSS സ്മാരക മന്ദിരത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഇതാണ് NSS സ്മാരക മന്ദിരം. എന്തായാലും ആദ്യം തന്നെ പന്തി ഉണ്ടായിരുന്നു. ആദ്യത്തെ പന്തിയിൽ നമ്മൾ ദേ ഇരുന്നു. 11:30 ഇരുന്നു. ഐറ്റംസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. 2 പപ്പടം, ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം സൈഡിൽ റയറായിട്ട് ഉണ്ണിയപ്പമൊക്കെ കാണാറുണ്ട്. എന്തായാലും സദ്യയൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. പിന്നെ ദേ ഓഡിറ്റോറിയത്തിൽ നല്ല ഇൻസ്ട്രുമെൻ്റൽ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ചിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. നമ്മളിങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ അതൊക്കെ കേട്ടോണ്ടിരുന്നു. കാര്യം കല്യാണം ഏകദേശം 10-12 മണിക്കേ ഉള്ളായിരുന്നു. അങ്ങനെ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞു. ദേ ബ്രൈഡും ഒക്കെ നിൽപ്പുണ്ട്. ദേ കല്യാണ ഫോട്ടോ 2 പേരുടേതും. പിന്നെ അങ്ങനെ ഇരുന്ന സ്ക്രീനിൽ നമ്മുടെ മേജർ രവിയെ കാണുന്നുണ്ട് കേട്ടോ. മേജർ രവി നമ്മളങ്ങനെ വട്ടമിട്ട് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ മേജർ രവി ഇവിടെ നിന്ന് കാര്യം പറയുന്നു. അത് കണ്ടതും അമ്മച്ചിക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനെ അമ്മച്ചിയെ കൊണ്ടുപോയി മേജർ രവിയായിട്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സല്യൂട്ടൊക്കെ അടിച്ച് ചിരിച്ച് കളിച്ച് എന്തായാലും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വൈകുന്നേരം നല്ല മുളക് ബജിയും ചട്നിയും ഉണ്ടാക്കി കഴിച്ചു. ഈ മുളക് ബജിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. ഒന്ന് പാളിപ്പോയിട്ട് സെറ്റായ മുളക് ബജിയായിരുന്നു കേട്ടോ. എല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കും. പിന്നെ അതേ റൂമിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. ഇതെനിക്ക് ഭയങ്കര ഹോബിയാണ്, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം എനിക്കെന്തോ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഫ്ലോപ്പാണെങ്കിലും ഞാനതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും കേട്ടോ. ഇത് രാത്രി സന്ധ്യയ്ക്ക് മുറ്റത്ത് വന്നിരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് പിച്ചിപ്പൂ ഉണ്ടായിരുന്നു, അതൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്നു. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കിത്ത് ആൻഡ് കിൻലവ് ചാനലിലെ വ്ളോഗുകൾ